ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് റിസർച്ചുകളെ പറ്റിയിട്ടാണ്. ടൈപ്പ് ഓഫ് റിസർച്ച്, അതായത് ഗോളിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലും റിസർച്ച് സ്റ്റഡിയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ മറ്റൊരു പേരാണ് ബേസിക് റിസർച്ച്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ തരത്തിലുള്ള റിസർച്ചായ ഫണ്ടമെൻ്റൽ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്താണ് എന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ റിസർച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തിയറി നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തിയറി നിർമ്മിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തിയറി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തിയറി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ ഒരു എംപീരിക്കൽ ഡേറ്റ ഒബ്റ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ചാണ്. ഒരു എംപീരിയൽ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് അല്ല. ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്, അതായത് പ്രത്യേകിച്ചൊരു കൺക്ലൂഷനോ ഫ്രെയിം വർക്കൊന്നും ഇല്ലാത്ത വെറും അറിവ് കൂട്ടുക എന്ന ഉദ്ദേശത്തിലുള്ള ഒരു റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത് ഡിസൈൻ ഓറിയൻറ്റഡ് അല്ലാത്ത റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താത്ത റിസർച്ചാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് പ്രാക്ടിക്കൽ മായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് അല്ല ഈ ഒരു ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റുമായി എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എക്കണോമിക്സിൻ്റെയും സോഷ്യോളജിയുടെയൊക്കെ ബേസിക് നിയമങ്ങളിൽ പുതിയ കണ്ടെത്തലിലൂടെയാണ് നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിന് ഒരു റിസർച്ച് ഉണ്ടാക്കുന്നത്. അതായത് ഒരു റൂറൽ ഡെവലപ്മെൻറ്റിന് റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ, നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എക്കണോമിക്സ്, സോഷ്യോളജി തുടങ്ങിയ റിസർച്ചുകളിലൂടെ നമ്മൾ അറിവ് കൂടുതലായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള അറിവ് കൂട്ടുന്നതിന് വേണ്ടി ഉള്ള ഒരു റിസർച്ച് എന്ന ഉദ്ദേശം മാത്രമുള്ള റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റിസർച്ചായ അപ്ലൈഡ് റിസർച്ച് എന്താണെന്ന് നോക്കാം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ പ്രൊഫഷണലുകൾക്ക് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ അപ്ലൈഡ് റിസർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ചിലൂടെ കണ്ടെത്തുന്ന തിയറികൾ നമ്മൾ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന തിയറിയാണ് അപ്ലൈഡ് തിയറി എന്ന് പറയുന്നത്. അതായത് ബേസിക് തിയറിയിലൂടെ, ഫണ്ടമെൻ്റൽ റിസർച്ച് തിയറിയിലൂടെ ഒരു തിയറി ഒരു ഫണ്ടമെൻ്റൽ റിസർച്ചിലൂടെ നമ്മൾ ഒരു തിയറി കണ്ടെത്തും. എന്നാൽ ആ തിയറി പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന തിയറിയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ അപ്ലൈഡ് റിസർച്ചും ഈ നമ്മുടെ ഫണ്ടമെൻ്റൽ റിസർച്ചും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫണ്ടമെൻ്റൽ റിസർച്ചിനകത്ത് തിയറി ഉണ്ടാക്കും, അപ്ലൈഡ് റിസർച്ചിനകത്ത് നമ്മളത് പ്രാഗൽഭ്യമാക്കും, അത്രയേ ഉള്ളൂ. ഇനി നമ്മളടുത്ത് പറയാൻ പോകുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് റിസർച്ചിൻ്റെ സ്കോപ്പിനെ പറ്റിയിട്ടാണ്. റൂറൽ ഡെവലപ്മെൻറ്റ് റിസർച്ചിൻ്റെ അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് റിസർച്ചിൻ്റെ സ്കോപ്പിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ റിസർച്ചിലൂടെ നമ്മൾ എക്സാമിനേഷൻ നടത്തിയിട്ട് നമ്മുടെ നോളേജ്, കോൺസെപ്റ്റ്, തിയറീസ് തുടങ്ങിയവയൊക്കെ പുതിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിയറികൾ ഉണ്ടാക്കും. അതായത് റിസർച്ചുകളിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിയറി ഈ റൂറൽ ഡെവലപ്മെൻറ്റ് റിസർച്ച് വഴി ഉണ്ടാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂറൽ ഡെവലപ്മെൻറ്റ് റിസർച്ച് വഴി നമുക്ക് നിലവിലുള്ള പദ്ധതികളുടെ എഫിഷ്യൻസി കൂട്ടുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ, നീഡ്സ് ആൻഡ് റിസോഴ്സ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്നും നമ്മുടെ നാട്ടിലുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള പദ്ധതികളെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നിലവിലുള്ള സർവീസുകളെ നമുക്ക്
ഇവാലുവേറ്റ് ചെയ്യുവാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇനി അടുത്ത ഒരു ഈ ഒരു റിസർച്ചിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ, തിയറീസ്, മെത്തേഡ്, പ്രോഗ്രാംസ്, സർവീസ്, പ്രോബ്ലംസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ ഒരു സംവിധാനം വഴി പരിഹരിക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഏതൊക്കെ ബ്രോഡ് ഏരിയസാണ് ഈ ഒരു റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ്. റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ഏതൊക്കെ ഏരിയാസ് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വില്ലേജ് ആസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. ക്ലാസ്, കാസ്റ്റ്, ഒക്കുപ്പേഷൻ പാറ്റേൺ, റൂറൽ എക്കോണമി, ലാൻഡ് റിഫോം, പെസൻറ്റ് മൂവ്മെൻറ്റ്, സെൽഫ് ഹെൽപ്പ് മൂവ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് റിസർച്ച് നടത്തുവാൻ സാധിക്കും. ഈ എല്ലാ ഏരിയയിലും നമ്മൾക്ക് റിസർച്ച് നടത്താൻ സാധിക്കും എന്ന് പറഞ്ഞെങ്കിലും ഈ ഓരോ ഏരിയയിലും നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള പഠനമാണ് നടത്തേണ്ടത്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഏരിയയിലുള്ള ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്തുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് നിലവിലുള്ള സർവീസ്, പ്രോഗ്രാം തുടങ്ങിയവയെ ഇവാലുവേറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള പദ്ധതികളെ അല്ലെങ്കിൽ സർവീസുകളെ മെഷർ ചെയ്യുക. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള മെത്തേഡുകൾ, ടെക്നിക്കുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുടെ എഫിഷ്യൻസി നമ്മൾ അസസ് ചെയ്യുക. അഞ്ചാമത്തെ എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മെത്തോഡോളജിയെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ റൂറൽ ഡെവലപ്മെൻറ്റ് റിസർച്ചുമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത് നമ്മൾ കടക്കാൻ പോകുന്നത് സയൻറ്റിഫിക് അപ്രോച്ച് എന്തെന്നാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സയൻറ്റിഫിക് അപ്രോച്ച് എന്തെന്നാണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഒരു റിസർച്ചിൻ്റെ നാച്ചുർ ആൻഡ് കണ്ടൻറ്റ് നമ്മൾ ഒരു റിസർച്ചിൻ്റെ നാച്ചുറും കണ്ടൻറ്റും കംപ്രഹെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നിരവധി മെത്തേഡുകളുടെ ആവശ്യമുണ്ട്. നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകളിൽ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് റിസർച്ചുകളിൽ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജോർജ് ലുഡ്ബർഗ് എന്ന് പറഞ്ഞ വ്യക്തി സയൻറ്റിഫിക് മെത്തേഡുകളെ 3 സ്റ്റെപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് മെത്തേഡിനെ 3 സ്റ്റെപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. അങ്ങനെ ജോർജ് ലുഡ്ബർഗ് എന്ന് പറഞ്ഞ വ്യക്തി സയൻറ്റിഫിക് മെത്തേഡുകളെ 3 സ്റ്റെപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഫാക്റ്റുകളുടെ ഒരു വെരിഫബിലിറ്റി നൽകുന്ന ഒരു മെത്തേഡാണ്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്റ്റുകളുടെ വെരിഫബിലിറ്റി നൽകുന്ന ഒരു മെത്തേഡാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺക്ലൂഷൻ ഒരു വാലിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടെയാണ്, ഒരു മെത്തേഡ് കൂടിയാണ് ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് ഓർത്തിരിക്കുക. ലുഡ്ബർഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ജോർജ് ലുഡ്ബർഗിൻ്റെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനാണ്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനാണ്. ഈ സയൻറ്റിഫിക് ഒബ്സർവേഷനിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള വസ്തുക്കൾ, അതായത് ഈ സയൻറ്റിഫിക് റിസർച്ചിനകത്ത് വസ്തുക്കൾ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ തന്നെ കണ്ടെത്തണം. ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡിനകത്ത് വസ്തുക്കൾ യഥാർത്ഥത്തിലുള്ളതുപോലെ തന്നെ കണ്ടെത്തണം. അങ്ങനെയാണ് ഈ ഒരു സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് ഈ ഒരു സയൻറ്റിഫിക് റിസർച്ചിനോട്ട് വളരെ വിശ്വാസം ഉണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത് പറയുന്നത് ഹൈപ്പോത്തിസുകൾ, അതായത് നിഗമനങ്ങളുടെ സ്ഥാനം. ഈ ഒരു സയൻറ്റിഫിക് റിസർച്ചിനകത്ത് നിഗമനങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമതാണ്. അതായത് ശാസ്ത്രീയ രീതിയിലുള്ള ഈ ഒരു റിസർച്ചിനകത്ത് സർവകലാശാല, വ്യക്തികൾ, വസ്തുക്കൾ പ്രവചിക്കുവാൻ കഴിയാത്ത ഒരു റിസർച്ച് കൂടെയാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് വ്യക്തികളുടെ ജഡ്ജ്മെൻറ്റിന് അല്ലെങ്കിൽ സർവകലാശാല പറയുന്ന നിഗമനങ്ങൾക്ക് ഇതിനൊന്നും സയൻറ്റിഫിക് റിസർച്ചിനകത്ത് വലിയ പ്രസക്തി ഇല്ല എന്നതാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലാസ് ഓഫ് ഒബ്ജക്റ്റിനെയും
ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിനെയും കൺസേൺ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലാസ് ഓഫ് ഒബ്ജക്റ്റിനെയും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിനെയും കൂടെ കൺസേൺ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രതിഭാസത്തെ വളരെ ആക്യുറേറ്റ് തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സോഷ്യൽ സയൻസിനകത്ത് സയൻറ്റിഫിക് മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കും എന്നതിനെ പറ്റിയിട്ടാണ്. സോഷ്യൽ സയൻസിനകത്ത് സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുമുള്ള കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്, ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സയൻസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഫിസിക്സ് ആയാലും ബയോളജി, നാച്ചുറൽ സയൻസിൻ്റെ കാര്യം എടുത്താലും അത് ഒരു ഗൈഡഡ് കണ്ടീഷനകത്ത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ പറ്റും. എന്നാൽ ഈ ഒരു സോഷ്യൽ സയൻസിനെ നമുക്കൊരു ഗൈഡഡ് കണ്ടീഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞ സംഭവം നമുക്കൊരു ഗൈഡഡ് കണ്ടീഷനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്ന ആൾക്കാർ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് സബ്ജക്റ്റിവിറ്റി, ഇൻഡിവിജ്വലിസ്റ്റിക്, അതുപോലെ ജനറലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി സോഷ്യൽ സയൻസ് റിസർച്ചുകാർക്ക് കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് സബ്ജക്റ്റിവിറ്റി, ഇൻഡിവിജ്വലിസ്റ്റിക്, ജനറലൈസേഷൻ തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നതിൽ നിരവധി ലിമിറ്റേഷൻസുകൾ നമുക്കുണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് സോഷ്യൽ സയൻസിനകത്ത് ജനറലൈസേഷൻ നടത്തുവാൻ പറ്റത്തുള്ളൂ. അതും ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സോഷ്യൽ സയൻസിനകത്ത് സയൻറ്റിഫിക് മെത്തേഡ്, ഓർത്തിരിക്കുക, സോഷ്യൽ സയൻസിനകത്ത് സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നതിൻ്റെ ലിമിറ്റേഷനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സയൻറ്റിഫിക് മെത്തേഡുകൾ, സോഷ്യൽ സയൻസിനകത്ത് സയൻറ്റിഫിക് മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ലിമിറ്റേഷനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ സോഷ്യൽ സയൻസ് എന്നത് മനുഷ്യരുമായി ഇടപെടുന്ന ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് നമ്മൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ചാണ് നടത്തുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസിനേക്കാളും വളരെ സങ്കീർണത നിറഞ്ഞ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒരു സബ്ജക്റ്റാണ്. കാരണം സോഷ്യൽ സയൻസിൽ ഗവേഷണം മിക്കവാറും തെറ്റായ സങ്കല്പത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതായത് സോഷ്യൽ സയൻസ് ഇമനേറ്റ്സ് ഫ്രം ഇൽ കൺസീവ്ഡ് നൊട്ടേഷൻ ഓഫ് റിസർച്ച് എന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് റിസർച്ചർ ഒരു പ്രോബ്ലത്തിനനുസരിച്ച് സോഷ്യൽ റിസർച്ചർ ഒരു പ്രോബ്ലത്തിനനുസരിച്ച് വ്യക്തമായിട്ടൊരു റിസർച്ച് മെത്തോഡോളജി തിരഞ്ഞെടുക്കേണ്ട ആവശ്യതയുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പ്രോബ്ലത്തിൻ്റെ സ്വഭാവമനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ള സാമ്പിളിൻ്റെ സ്വഭാവമനുസരിച്ച്, നമ്മുടെ കൈവശമുള്ള ഡേറ്റയുടെ സ്വഭാവമനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്കുകളെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ സോഷ്യൽ സയൻസിൽ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമ്മുടെ കൈവശമുള്ള നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സ്വഭാവമനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള സാമ്പിള്, നമ്മുടെ കൈവശമുള്ള ഡേറ്റയുടെ സ്വഭാവം തുടങ്ങിയവ അനുസരിച്ച് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുകളെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ കുഴപ്പമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കുഴപ്പമെന്ന് പറയുന്നത്, നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിളുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇമ്പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. എങ്കിലും ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിളുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്ക് നാച്ചുറൽ സയൻസിലെ പോലെ ഒബ്സർവേഷൻ സോഷ്യൽ സയൻസിലും നടത്തണം. എന്നാൽ സോഷ്യൽ സയൻസിനകത്ത് സബ്ജക്റ്റിവിറ്റി, ക്വാളിറ്റേറ്റീവ് ജഡ്ജ്മെൻറ്റുകൾ നടത്തണം. എന്നാൽ അതായത് നമുക്ക് നാച്ചുറൽ സയൻസിലെ പോലെ തന്നെ ഒബ്സർവേഷൻ സോഷ്യൽ സയൻസിലും നടത്താൻ സാധിക്കും.
നാച്ചുറൽ സയൻസിനെ പോലെ തന്നെ സബ്ജക്റ്റിവിറ്റി, ക്വാളിറ്റീവ് ജഡ്ജ്മെൻറ്റുകൾ സോഷ്യൽ സയൻസിനകത്ത് നമുക്ക് നടത്തുവാൻ സാധിക്കും. എന്നാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ സയൻസിനകത്ത് പ്രത്യേകിച്ച് ഹ്യൂമൻ ബിഗിൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ സയൻസിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റുകൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റുകൾ, സോഷ്യൽ സയൻസിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റുകൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, സോഷ്യൽ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ഡേറ്റയുടെ ക്വാണ്ടിഫൈങ് ആൻഡ് ജനറലൈസിങ് വളരെ കുറവാണ് എന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സോഷ്യൽ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിനകത്ത് ക്വാണ്ടിഫൈങ് ആൻഡ് ജനറലൈസിങ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നതാണ് അടുത്ത ഒരു ഡിമെറിറ്റ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സയൻസിൽ ഓരോ യൂണിറ്റുകൾക്കും ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഓരോ മെഷർമെൻറ്റിലും ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഓരോ ടെർമിനോളജികളിലും ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ സോഷ്യൽ സയൻസിൽ കൂടുതൽ മോസ്റ്റ് ഓഫ് ദി മാറ്ററും ക്വാളിറ്റേറ്റീവാണ്. അതായത് സോഷ്യൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മാറ്ററുകളും ക്വാളിറ്റേറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഒരു സോഷ്യൽ സയൻസിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് വലിയ അപ്രൂവ് കൊടുക്കാറും ഇല്ല. അതാണ് മറ്റൊരു ഡിമെറിറ്റ്. ഇനി മറ്റൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് റിസർച്ച്. അതായത് നമ്മൾ സയൻസിൽ റിസർച്ച് നടത്തുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സോഷ്യൽ സയൻസിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നേരത്തെ സയൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ഒരു ജനറലൈസേഷൻ ചെയ്യുവാൻ സാധിക്കത്തില്ല. ഒരു സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ ഒരു ജനറലൈസേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. നേരത്തെ നമ്മൾ സയൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തിയറികളെല്ലാം നമ്മൾ സംഭവങ്ങളെല്ലാം നമ്മൾ ജനറലൈസ് ചെയ്ത് തിയറിയാക്കി സയൻസിൽ മാറ്റാൻ സാധിച്ചു. എന്നാൽ സോഷ്യൽ സയൻസിനകത്ത് അത്തരത്തിലൊരു ജനറലൈസേഷൻ നടത്താൻ നമുക്ക് പറ്റത്തില്ല. ഇനി അടുത്ത ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്, സോഷ്യൽ സയൻസ് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിലും കോൺസെപ്റ്റിനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരിക്കൽ കൂടി സോഷ്യൽ സയൻസിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് ജനറലൈസ് ചെയ്യുവാൻ പറ്റത്തില്ല. അതാണ് ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സയൻറ്റിഫിക് മെത്തേഡുമായിട്ടുള്ള ലിമിറ്റേഷൻസ്.